മിശിഹായിൽ പ്രിയ സ്നേഹിതരെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ പുതിയ വർഷത്തിലേക്ക് 2024 പ്രവേശിക്കുകയാണല്ലോ. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ നന്മകളും പ്രാർത്ഥനകളും ദൈവമാതാവിന്റെ തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിച്ച് അമ്മയോടൊപ്പം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെയാണ് അമ്മ ദൈവത്തിന്റെ അമ്മയായിട്ട് മാറിയത്? ദൈവിക പദ്ധതിയോട് സമ്മതം മൂളി സ്വർഗത്തിൽ വസിച്ച അത്യുന്നതനായ ദൈവത്തെ തന്റെ ഉദരത്തിലൂടെ മാംസം ധരിക്കുക വഴി അവൾ ദൈവത്തിന്റെ അമ്മയും ഒപ്പം ലോകത്തിനു മുഴുവൻ, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഈ ദൈവത്തെ തന്റെ അരികിൽ അനുഭവിക്കുവാൻ, അവന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ യാത്ര ചെയ്യുവാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം മറിയം വഴി നമുക്ക് സാധ്യമായി തീരുകയാണ്. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അമ്മ നമ്മളോട് പറയുന്നു, ദൈവിക പദ്ധതിയോട് സമ്മതം മൂളി അവന്റെ കരം പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് നിന്റെ ജീവിതയാത്ര നീ തുടരുക. പൗലോസ് അപ്പോസ്തലന്റെ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം നമ്മളോട് പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അതെ, ദൈവത്തോട് യെസ് പറഞ്ഞ് ദൈവത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോൾ മറിയം പുതിയ സൃഷ്ടിയായിട്ട് മാറി. പിന്നീട് ആ സൃഷ്ടിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. അവൾ പഴയതായില്ല. അവളുടെ ശോഭയോ അവളുടെ ജീവിതത്തിന്റെ ഭംഗിയോ കുറഞ്ഞു പോയില്ല. മറിയം തന്നെ സ്വസ്ത്രഗീതത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതെ, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയപ്പോൾ അവൾ ഭാഗ്യവതിയായി, അവൾ പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അമ്മ ഈ പുതുവത്സരത്തില് നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നു. 2023 എങ്ങനെയുമാകട്ടെ, ഒരുപക്ഷെ ജീവിതത്തിൽ പരാജയമോ പ്രയാസങ്ങളോ പാപാവസ്ഥകളോ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നിന്റെ വ്യക്തി ജീവിതത്തില്, നിന്റെ കുടുംബ ജീവിതത്തില്, നിന്റെ സമൂഹ ജീവിതത്തില് നീ പഴയതിനെ മറന്നുകൊണ്ട് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിട്ട് നീ ഒരു പുതുവർഷം ആരംഭിക്കുക. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ പുതുവർഷ ആശംസകളും മെസ്സേജുകളുമൊക്കെ എല്ലാം നല്ല ഭാവി, നല്ല പുതുവർഷം, ബ്രൈറ്റ്, കളർഫുൾ, ശോഭനമായിട്ടുള്ള, പരാജയമില്ലാത്ത, വിജയം മാത്രമുള്ള ഒരു പുതുവർഷം ഉണ്ടാകട്ടെ എന്ന ആശംസകളായിരിക്കാം നിങ്ങൾ സ്വീകരിച്ചിരിക്കുക. നല്ല കാര്യം തന്നെ, അങ്ങനെയാകട്ടെ. പക്ഷേ പ്രിയമുള്ളവരെ, മറിയത്തിന്റെ ജീവിതം, പുതിയ സൃഷ്ടിയായിട്ട് മാറിയ മറിയത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. അവൾക്ക് യെസ് മൂളിക്കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പ്രയാസങ്ങളും പരാജയങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എങ്കിലും അവൾ പതറിയില്ല. അവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് സഞ്ചരിച്ചു. ഇന്നും തലമുറകള് മാതാവിനെ പ്രകീർത്തിക്കുന്നത് ഭാഗ്യവതി എന്ന് തന്നെയാണ്, ദൈവത്തിന്റെ അമ്മ എന്ന് തന്നെയാണ്. ഈ ദിവസങ്ങളില് RT1 റേഡിയോയിലൂടെ ഞാൻ ചില വ്യക്തികളുടെ വാക്കുകൾ ശ്രവിക്കുകയായിരുന്നു. 2023 ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ട, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ ചില വ്യക്തികളുടെ തിരിച്ചുവരവിന്റെ പ്രത്യാശയുടെ വാക്കുകള്. ജീവിതത്തില് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ ഒരു സ്ത്രീ, അവളുടെ തിരിച്ചുവരവിന്റെ പ്രത്യാശയുടെ വാക്കുകള്. ഹാർട്ട് അറ്റാക്ക് വന്ന് ജീവിതത്തില് മരണത്തെ മുഖാമുഖം കണ്ട ഒരു മനുഷ്യന്റെ തിരിച്ചുവരവിന്റെ പ്രത്യാശയുടെ വാക്കുകള്. ഇവരുടെയൊക്കെ വാക്കുകളിലെല്ലാം കരം പിടിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ, പ്രത്യാശയുടെ, അനുഗ്രഹത്തിന്റെ വാക്കുകള്. കൂടെ നടക്കുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ, ഫ്രണ്ട്സിന്റെയൊക്കെ സാന്നിധ്യം എനിക്ക് അവരുടെ വാക്കുകളിൽ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തില് ഒരുപക്ഷെ ജീവിതത്തിൽ പരാജയമുണ്ടാകാം, പ്രയാസമുണ്ടാകാം. ഉണ്ടാകരുതെന്ന് ഞാൻ ഒരിക്കലും ആശംസിക്കില്ല, പ്രാർത്ഥിക്കില്ല. പക്ഷേ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ശക്തനായിരിക്കും.
അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും, അവൻ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, അവൻ നടന്നാൽ തളരുകയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 2023 എങ്ങനെയുമാകട്ടെ, പരാജയമുണ്ടായിക്കാണാം, പ്രയാസമുണ്ടായിക്കാണാം, പാപാവസ്ഥകൾ ഉണ്ടായിക്കാണാം, കുടുംബത്തില് സമൂഹത്തില് പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണാം. പക്ഷേ ഈ 2024 ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് പുതിയ സൃഷ്ടിയായി മാതാവിനോടൊപ്പം നമുക്കും ഈ പുതുവർഷത്തില് യാത്ര തുടരാം. അവിടെ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരമുണ്ടാകട്ടെ. ജീവിതത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ തളരുന്നതായിട്ടും ക്ഷീണിക്കുന്നതായിട്ടും തോന്നിയാലും നമ്മൾ തിരിച്ചറിയുക, ദൈവം കൂടെയുണ്ട്. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പുതുവർഷത്തില് ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള അനുഗ്രഹവും സംരക്ഷണവും മാതാവിന്റെ മാധ്യസ്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആമേൻ.